ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു വനില കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതിന് ഇലക്ട്രിക് ബീറ്ററൊന്നും യൂസ് ചെയ്യാത്ത പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. മിക്സിയുടെ ജാറിൽ തന്നെ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇലക്ട്രിക് ബീറ്ററൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ. അതുമാത്രമല്ല പിന്നെ നമുക്ക് കുറേ നേരം ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ട് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. മെഷർമെൻറ്റ് കപ്പിലാണ് കേട്ടോ ഞാൻ എടുത്തത്. നിങ്ങളുടെ കയ്യിൽ മെഷർമെൻറ്റ് കപ്പില്ലെങ്കിൽ ഇതുപോലുള്ള ബൗളിൽ 1 ബൗൾ വടിച്ചെടുത്താൽ മതി. അതുപോലെ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ എടുക്കുമ്പോൾ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കാൻ നോക്കാം കേട്ടോ. ബേക്കിംഗ് പൗഡർ ആണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ 1 നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ മെഷർമെൻറ്റ് സ്പൂണില്ലെങ്കിൽ ഇതുപോലുള്ള സ്പൂണിൽ 1 ടീസ്പൂൺ എടുത്താൽ മതി കേട്ടോ ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂണ്. ഇത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം. പിന്നെ അതുപോലെ അരിപ്പയിലോട്ട് ഇട്ടിട്ട് 2-3 പ്രാവശ്യം അരിച്ചെടുക്കണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നിട്ടിത് നമുക്ക് മാറ്റി വെക്കാം. ഇത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ബ്ലെൻഡറിലോട്ട് 3 മുട്ട ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര, പൊടിച്ച പഞ്ചസാര ഒന്നും അല്ല കേട്ടോ, പൊടിക്കാത്ത പഞ്ചസാര 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ ചേർത്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ, കുറേ നേരം ബ്ലെൻഡ് ചെയ്തെടുക്കണമെന്നില്ല. നമുക്കറിയാമല്ലോ ഒരു പഞ്ചസാരയും മുട്ടയും കൂടെ അലിഞ്ഞ് വരാൻ വേണ്ടിയിട്ടുള്ള സമയം, അത്രയും നേരം ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ടതുള്ളൂ. ഇതിപ്പോൾ ഇത്രയും മതി, നമുക്ക് നോക്കാം. ഇനി ഇതിലോട്ട് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ ജസ്റ്റ് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാം. ഞാനെപ്പോഴും കേക്കിന് ബട്ടറാണ് കേട്ടോ യൂസ് ചെയ്യാറ്. അപ്പം ഞാൻ ഒരുപാട് കേക്കിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. അതും ഒരുപാട് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഓയിൽ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ. പിന്നെ നിങ്ങൾ ബട്ടറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ചേർത്താൽ മതി. അല്ലെങ്കിൽ ഇതിലോട്ട് പാൽ ചേർക്കുന്നുണ്ട്, ആ ഒരു പാലിലോട്ട് ചേർത്തിട്ട് ചൂടാക്കി എടുത്താലും മതി. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മൈദാക്കൂട്ട് ചേർത്ത് കൊടുക്കാം. ഒന്നിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ 1/2 കപ്പ് പാൽ, റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ വനില എസൻസും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കൊന്നും കൂടെ ഇത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. പിന്നെ ബേക്കിംഗ് ടിൻ ആദ്യം തന്നെ ഒന്ന് റെഡിയാക്കി വെക്കുക കേട്ടോ, അതിലോട്ട് ബട്ടറൊക്കെ പുരട്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഈ സമയത്ത് നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു പാത്രം ചൂടാക്കി ഇടണം കേട്ടോ. അപ്പോൾ അത് ഞാൻ പറയാം എങ്ങനെയെന്ന്. ഇതിപ്പോൾ ഇത്രയും മതി, നമുക്ക് നോക്കാം. കട്ടയൊന്നും ഇല്ലാതെ ബ്ലെൻഡ് ചെയ്ത് എടുത്താൽ മതി. നമ്മൾ ചേർത്ത ഒരു മൈദക്കൂട്ടൊക്കെ നല്ലോണം മിക്സായിട്ട് വരണം കേട്ടോ, ഒട്ടും കട്ടയുണ്ടാകരുത്. നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ ഇതിപ്പോൾ കട്ട പിടിച്ചിട്ടൊന്നുമില്ല. കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ഇത് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഒരു ബേക്കിംഗ് ടിന്നിലോട്ട് ആക്കി കൊടുക്കുക. അപ്പോൾ ഞാനിത് ബട്ടർ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ബേക്കിംഗ് ടിന്നിലോട്ട്. അതുപോലെ ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ, വേണമെങ്കിൽ ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഡിമോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. ഇതിപ്പോൾ കണ്ടില്ല, ഒട്ടും കട്ട പിടിച്ചിട്ടൊന്നുമില്ല. കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബ്ലെൻഡറിൻ്റെ അടിയിലോട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് പ്രീഹീറ്റാക്കാൻ വെച്ച ആ ഒരു പാത്രത്തിനകത്തോട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിത് നന്നായിട്ട് ചൂടാക്കിയിട്ടുള്ള പാത്രമാണ്. ഒരു 7 മിനിറ്റോളം പ്രീഹീറ്റാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സോൾട്ടൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഒരു തട്ട് മാത്രമാണ് ഇട്ട് കൊടുത്തത്. ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 40-45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. 30 മിനിറ്റോളം തുറന്ന് നോക്കരുത് കേട്ടോ. 30 മിനിറ്റ് ആയതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം.
അപ്പോൾ ഇപ്പോൾ 45 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നോക്കാം. ഞാൻ ഇടയ്ക്ക് നോക്കിയിരുന്നു കേട്ടോ 30 മിനിറ്റ് ആയതിന് ശേഷം. അപ്പോൾ ബേക്കായിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല പാകത്തിന് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു സ്ക്യൂർ വെച്ച് കുത്തി നോക്കാം. അപ്പോൾ ഇങ്ങനെ ക്ലീനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ബേക്കായിട്ടുണ്ടെന്ന് അർത്ഥം. അതുപോലെ തന്നെ ഒരു പൊടിക്ക് പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല കേട്ടോ. അത് കേക്ക് ചൂടാറുമ്പോൾ ശരിയായിക്കോളും. ഇത് നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രം ഡിമോൾഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ നല്ലോണം ചൂടാറിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നല്ല പാകത്തിന് തന്നെ നമുക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഞാൻ ബട്ടർ പേപ്പറൊന്നും നേരത്തെ പറഞ്ഞ പോലെ ഇട്ട് കൊടുത്തിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ലെയർ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മളെല്ലാ കേക്കിനും ചെയ്യുന്ന പോലെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഐസിങ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ലെയർ ചെയ്തിട്ട് കാണിച്ചു തരാം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ അഭിപ്രായവും കൂടെ അറിഞ്ഞിട്ട് എനിക്ക് പ്ലാൻ ചെയ്യാമെന്നുണ്ട്. എൻ്റെ അടുത്ത് ഞാൻ കേക്ക് ഓർഡർ എടുക്കുന്ന സമയത്തൊക്കെ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേക്കിൻ്റെ ക്ലാസ് എടുക്കുമെന്നൊക്കെ, ബേക്കിംഗ് ക്ലാസ് എടുക്കുമെന്നൊക്കെ. ഇപ്പോഴും ചോദിക്കാറുണ്ട്, ഡൗട്ടൊക്കെ ചോദിക്കാറുണ്ട് പേഴ്സണലായിട്ടൊക്കെ. അപ്പോൾ എനിക്ക് ഒരു ലൈവ് ബേക്കിംഗ് ക്ലാസ് എടുക്കണമെന്നുണ്ട്. ഞാൻ ബേക്കിംഗ് ചെയ്യുന്നതും അതുപോലെ ഐസിങ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. ഓൺ ദ സ്പോട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. അതിൽ കട്ടിങ്ങോ എഡിറ്റിങ്ങോ ഒന്നുമില്ല. ഞാൻ എന്താണോ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. അങ്ങനെ എനിക്ക് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ആ ഒരു ക്ലാസ്സിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ഞാൻ ഇൻസ്റ്റാ ഐഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.